റോഷന്റെ ക്യാരക്ടർ പലപ്പോഴും എൻ്റെ സിമിലാരിറ്റി ഉണ്ടെന്ന് പറയും. കാരണം എനിക്ക് മനുഷ്യരോഗികളെ ആയവരെ കാണുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവാറുള്ള മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗൺ ആവും അത്. അപ്പോൾ റോഷന്റെ ക്യാരക്ടർ അതായിട്ടുണ്ട്. അത് എനിക്ക് നമുക്ക് പറ്റാത്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് പോലീസുകാർ. ഇപ്പം നിങ്ങൾക്ക് മറ്റേത് ജോലിക്ക് എനിക്ക് അവിടെ പോകാൻ പറ്റില്ലെന്ന് പറയാം. ഇപ്പം ശരിക്കും രക്തം കണ്ടാൽ തലയിറങ്ങി വീഴുന്ന ആളാണ് ഞാൻ. എനിക്ക് രക്തം കാണാൻ പറ്റില്ല. നേരെ മറിച്ച് 5-6 ദിവസങ്ങൾ പഴക്കമുള്ള ബോഡികൾ ഞാൻ ഒത്തിരി ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു ആക്സിഡൻറ്റ് സീനിലൊക്കെ നമ്മൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പം ഞങ്ങളുടെ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു പെൺകുട്ടി ആക്സിഡൻറ്റ് മരിക്കുകയാണ്. ടോറസ് കയറിയാണ്, അറിയാം അവസ്ഥ. ശരീരഭാഗങ്ങളെല്ലാം ചെതറിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പം കൂടെയുള്ള പോലീസുകാരെ നേരെ അവിടെ നിന്ന് ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് വടം എടുക്കാൻ പറയുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തോക്കി ചോര കണ്ടു കഴിഞ്ഞാൽ ഞാൻ തലയിറങ്ങി വീഴും. എങ്ങാനും പോലീസ് യൂണിഫോമിൽ നിന്ന് നാട്ടുകാരുടെ മുമ്പിൽ തലയിറങ്ങി ചോര കണ്ട് വീഴാനുള്ള അവസ്ഥ എന്നറിയിച്ചു. പക്ഷെ ഇതിനൊക്കെ കവർ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് പോകാം. ഞാൻ പറയാം, അങ്ങനെയുള്ള പോലീസുകാരുടെ പ്രശ്നമാണിത്. നമുക്കൊരിക്കലും പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ സീൻസ് വന്നത്. അല്ലാതെ അങ്ങനത്തെ സീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പോൾ ഭ്രാന്തൻ്റെ സീൻ നോക്കിയാൽ അറിയാം. റോഷൻ പറയുന്നുണ്ട് അച്ഛൻ സൈക്കാട്രിക് പേഷ്യൻ്റ് ആണെന്ന്. സോ അയാൾക്കത് അയാളുടെ പ്രീവിയസ് ഏതെങ്കിലും ആവാം.